ഫൊർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്. ഇത് മൂന്നും ആചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം നേരെയാവും. കുട്ടി ഗർഭാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അത് ഗർഭത്തിൽ മുളയ്ക്കുന്നുണ്ട്. അതാണ് വാസ്തവം. കർമ്മങ്ങൾ ഭഗവാനും ബാധകമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. കർമ്മനിയമമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അവർ പറയുന്നത്. സുവർണ നിയമം എന്നാണ് പറയുന്നത്. നമ്മുടെ ചിന്തകൾ നമ്മളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മുടെ മഹാഭാരതത്തിൻ്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ ആ കഥയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ട് ചില ആൾക്കാർ അതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് തെറ്റുകളിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം പിന്നെ കുറേ നാൾ ആത്മീയമായിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ കർമ്മഫലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അവർ ചെയ്ത തെറ്റുകളുടെയൊക്കെ പാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പോകുന്നത് എന്നുള്ളത്. പക്ഷേ മഹാഭാരതത്തിനകത്തിൽ ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കുന്ന ഒരു രംഗമുണ്ട്. അതിനുശേഷം ഗാന്ധാരി പറയുന്നുണ്ട്, ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആണല്ലോ. പിന്നീട് അത് വിലപിക്കുന്നേ കാണുന്നുണ്ട് ആ അമ്മ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നത് ആ ശാപം, ഭഗവാനായിട്ട് പോലും ആ ഒരു ശാപം ഏറ്റെടുത്തിട്ട് പറയുന്നത്, ഞാൻ ഭഗവാനാണെങ്കിലും എനിക്ക് കർമ്മത്തിൽ നിന്നൊരു മോചനം ഇല്ല. ഈ ചെയ്ത അല്ലെങ്കിൽ ഈ നടന്നിട്ടുള്ള ഒരു അമ്മയുടെ ശാപമാണെങ്കിലും ഇതിനുള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ, എനിക്കതിൽ മോചനമില്ല. അപ്പം നമ്മൾ ജീവിതത്തിൽ ഈ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഭഗവാൻ നമ്മളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറയുന്നത് ശരിക്കും അതെങ്ങനെയാ നടക്കുന്നത്? ശരിക്കും ഈ തെറ്റുകൾ ചെയ്യാത്തവരാരുമില്ല. മനസ്സുകൊണ്ടോ, മനസ്സ് വാച കർമ്മണ എന്നാണ് പറയുന്നത്. മനസ്സാ വാച കർമ്മണ. മനസ്സുകൊണ്ടോ വാചകങ്ങൾ കൊണ്ടോ നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ ആണ് കർമ്മങ്ങൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ ഈ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സത്കർമ്മങ്ങളാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാം. ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഊണ് കൊടുക്കാനായിട്ട് കഴിവില്ല, പണം കൊടുക്കാനില്ല, സദ്യ കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്ന ഒരു ചൊല്ലുണ്ട്. സദ്യ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഊട്ട് നടക്കുന്ന അല്ലെങ്കിൽ സദ്യ നടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുക. അതും ഒരു നല്ല കർമ്മമാണ്. ഒരാൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു, അയാളുടെ ജീവിതം അതോടുകൂടി സെറ്റിൽ ഡൗൺ ആവണം. ഇതൊരു നല്ല കർമ്മമാണ്. അപ്പോൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹെഡ്ലൈറ്റ് ഇട്ട് പോവുകയാണ്, അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോവുകയാണ് കാറിൽ. എതിരെ വരുന്ന കാറ് നമ്മൾക്ക് കുറുകെ വന്നു. പെട്ടെന്ന് അയാൾ ഈ ലൈറ്റ് കണ്ടിട്ട് ഓക്കെ പ്ലീസ് ഗോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സിഗ്നൽ എതിരെയാണ് പോവുക. അതൊരു കർമ്മം, നല്ല കർമ്മമല്ലേ? ചിലപ്പോൾ അയാളുടെ അമ്മയായിരിക്കും ആശുപത്രി കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ഒരു ആംബുലൻസ് അവൈലബിൾ അല്ല, അയാളുടെ അമ്മ പെട്ടെന്ന് തലയിറങ്ങി വീണു. അവരെയും കൊണ്ട് പോകുമ്പോഴാണ് ഈ ഹെഡ്ലൈറ്റ് ഇട്ട് പോകുന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റ് ഇടുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ ധൃതിയുള്ളവരാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് പരോക്ഷമായിട്ടൊരു കർമ്മം തന്നെയാണ് ആ വ്യക്തി നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ നമ്മളവർ സാധാരണഗതിയിൽ ഞാൻ പോകാൻ ഇടം തന്നു കഴിഞ്ഞാൽ ഞാനപ്പോൾ തന്നെ അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യും, താങ്ക് യു എന്ന് പറയും. ഇതൊരു നല്ല കർമ്മമാണ്. നല്ലൊരു കർമ്മം ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ലോകത്തിൻ്റെ യഥാർത്ഥ കർമ്മത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഫൊർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, ഇത് മൂന്നും ആചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം നേരെയാവും. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളോട് വലിയ തെറ്റ് ചെയ്ത ഒരാളോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ സമയം എടുക്കും, വളരെ ബുദ്ധിമുട്ടാണ്. അത് സാധിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കർമ്മമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അത് സയൻറ്റിഫിക്കായിട്ട് ഞാൻ പറയാം. ഒരു വ്യക്തിയായിട്ടുള്ള വൈരാഗ്യം ഒരു 10-20 വർഷത്തോളം കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ട്യൂമർ, ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ നമ്മളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. ഇപ്പോൾ സിമ്പിളൊരു എക്സാമ്പിൾ പറയാം. നമ്മൾക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മാത്സിലെ സാറ് വന്നിട്ട് പെട്ടെന്നൊരു കണക്ക് ചെയ്ത് കാണിക്കാൻ പറയുകയാണ് ബോർഡിൽ. ഇത്ര ആളുകളിരിക്കുന്നു, നമുക്കറിയേയില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്ടെന്ന് ഒന്ന് വാഷ്റൂമിൽ പോകണം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്നൊരു തോന്നൽ വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരവും മനസ്സുമായിട്ട് കണക്ട് ആയത്. പേടിയുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കൈ വിറയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? ശരീരവും മനസ്സും കണക്റ്റഡാണ്. ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു ശാസ്ത്രമാണ് NLP എന്ന് പറയുന്നത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഞാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് പല രീതിയിൽ ചെയ്യാം. പ്രത്യക്ഷ കർമ്മങ്ങളുണ്ട്, പരോക്ഷ കർമ്മങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സഞ്ചിത കർമ്മങ്ങളുണ്ട്. നേരത്തെ നമ്മൾ ജനിച്ചപ്പോൾ പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന്, പിന്നെ പ്രാരബ്ധ കർമ്മം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഗാമ്യ കർമ്മം. ഈ കർമ്മങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു മനുഷ്യജന്മമാണ് നമുക്ക് വന്നിട്ടുള്ളൂ. ആ സമയത്ത് വീണ്ടും നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സോളിൻ്റെ എനർജിയാണ് ബാധിക്കുന്നത്. അടുത്തൊരു ജന്മത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ എനർജി ഫ്രീക്വൻസി എല്ലാം തന്നെ ഇംപ്രിൻ്റായിട്ട് നമ്മളുടെ ബോധ വിത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്.
ഈ ബോധവിത്ത് ഒരു കുട്ടി ഗർഭാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അത് ഗർഭത്തിൽ മുളയ്ക്കുന്നുണ്ട്. അതാണ് വാസ്തവം. ഈ ബോധവിത്ത് മരിക്കുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിനത് അടുത്ത ജന്മത്തിലാണെങ്കിലും നമ്മൾ അത് അനുഭവിച്ച് തീർക്കും. അതെ, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണല്ലോ. ഓക്കെ, അപ്പം എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ശ്രീകൃഷ്ണൻ പറയുന്നതും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ മരണപ്പെടും എന്നുള്ളൊരു രീതിയിലാണ്. ശ്രീകൃഷ്ണന്റെ മരണം എങ്ങനെയാണ് പറയുന്നത്? ഒരു വേടന്റെ അമ്പ് ഇത് കൊണ്ടിട്ടാണ്. അതാണ് കർമ്മങ്ങൾ ഭഗവാനും ബാധകമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ആദ്യം ചോദിക്കാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് ഈ മനഃപൂർവ്വം തെറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ വൈരാഗ്യം, അതേപോലെ ഒരാൾ നശിച്ചു പോകണമെന്നുള്ള ആഗ്രഹം, ആരെയും വളർന്നു വരരുതെന്ന ആഗ്രഹം, ഇങ്ങനത്തെയൊക്കെ ഒരു മനസ്സുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ നന്നാവുള്ളൂ എന്ന് ചിന്തിച്ച് ചുറ്റുമുള്ളവരെ ഇല്ലാതാക്കി ഈ പറയുന്ന രീതിയിൽ പല കർമ്മങ്ങളും ചെയ്ത് ഇങ്ങനെ പോകുന്ന ആൾക്കാർ ഒരു എല്ലാമൊക്കെ നേടിക്കഴിഞ്ഞിട്ട് ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളും നേരെ തിരിയും, ആത്മീയതയായിരിക്കും. പിന്നെ അവർ പറയുന്നത് മുഴുവനൊക്കെ ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവര് കാരണം നശിച്ചു പോയിട്ടുള്ള കുറെ അധികം ജീവിതങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവര് ഈ ഒരു ലൈഫ് കഴിഞ്ഞിട്ട് ഇത് അനുഭവിക്കാൻ പോകുന്നത് അടുത്ത ജന്മത്തിലായിരിക്കും. ചിലപ്പോൾ അത് ഡിപ്പെൻസ്, അത് യൂണിവേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചിട്ട് വലിയൊരു രോഗമൊക്കെ വന്ന് കിടന്ന് നരകിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത്തരം ആൾക്കാർ പോകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു കേസ് അങ്കമാലിയിൽ നിന്ന് വന്നു. അവർക്കെതിരെ ക്ഷുദ്രകർമ്മം ചെയ്ത വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 10 വർഷം മുമ്പാണ്, 10 അല്ല 2013 ചെയ്തതാണ് സംഭവം. ഇത് എടുക്കപ്പെടുന്നത്, അവിടെ കുഴിച്ചിട്ട സാധനം ഒരു ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എടുക്കുന്നത് 2023 അപ്പോൾ 2013 കുഴിച്ചിട്ടത് 2023 എടുക്കുമ്പോൾ ഇത് കുഴിച്ചിടാനായിട്ട് പറഞ്ഞയച്ച വ്യക്തി അവരുടെ അയൽവാസിയാണ്. അയാൾ ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ. എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് തൊണ്ടയിൽ ക്യാൻസർ വന്ന് കിടന്ന് നരകിച്ചാണ് മരിച്ചതെന്ന് അവർ. അപ്പോൾ ചിലർ ഇതൊക്കെ ചെയ്തത് അനുഭവിച്ചിട്ട് തന്നെ മരിക്കും. ഒരു പക്ഷേ അവർക്ക് ഈ ജന്മത്തിൽ ഇത് അനുഭവിക്കാതെ പെട്ടെന്നൊരു മരണം നടന്നു എന്ന് വിചാരിക്കുക. അടുത്ത ജന്മത്തിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും. അതിനുള്ള സംഭവങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വഴികൾ നടന്നു പോകുമ്പോൾ തോളിൽ വന്ന് പെട്ടെന്ന് ഇടിക്കുന്ന ഒരാൾ, ബസ്സിൽ നിൽക്കുമ്പോൾ ഒരാൾ കാലിൽ ചവിട്ടുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അവർ നമ്മൾ ചവിട്ടിയിട്ടുണ്ട്, അത് തിരിച്ച് കിട്ടും. പക്ഷേ നമ്മൾ ആ ഒരു നിമിഷം തീർന്നു ആ കർമ്മം. ഇതുപോലെ തന്നെ പലപ്പോഴും ഈ കർമ്മങ്ങളെ കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ പലരുടെയും വൈവാഹിക ജീവിതത്തെ അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾക്ക് ഭർത്താവായി വരുന്ന ആൾ, നമുക്ക് ഭാര്യയായി വരുന്ന ആൾ, ഇതൊക്കെ തന്നെ നമ്മുടെ കർമ്മഫലമാണ്. അപ്പോൾ അവർ തമ്മിൽ ഡിവോഴ്സ് ആവുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ പഞ്ചിച്ചിട്ടുണ്ട് അവരെ, ആ സ്ത്രീയെ. അതുകൊണ്ടാണ് ഞാൻ ഈ ജന്മത്തിൽ കല്യാണം കഴിച്ചിട്ട് അവൾ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോകുന്നത്. ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്നൊരു കാരണം ഉണ്ടാക്കിയിട്ട് ഡിവോഴ്സ് എടുക്കുന്ന കേസുകൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരുപാടെണ്ണം അങ്ങനെ വന്നു. ഡിവോഴ്സിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് പൂർവ്വജന്മ കർമ്മമാണ് അനുഭവിക്കുന്നത്. അതാണ് ചെയ്യുന്നത്, അനുഭവിക്കുന്നത്. ഇത് കർമ്മ എന്ന് പറയുന്നത് എക്കോ പോലെയാണ്. എക്കോ, നമ്മളൊരു മൗണ്ടൻ ഏരിയയിൽ ചെന്ന് നിന്നിട്ട് നമ്മുടെ പേര് തന്നെ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കുക, അത് തിരിച്ചു വരുന്നത് എത്ര 10 മടങ്ങായിട്ടാണ്. ഇത് തന്നെയാണ് കർമ്മത്തിൻ്റെ നിയമവും. ബുദ്ധമതത്തിൽ ദ ഗോൾഡൻ റൂൾ ഓഫ് കർമ്മ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ഗോൾഡൻ റൂൾ, സുവർണ നിയമം എന്നാണ് പറയുന്നത്. കർമ്മനിയമമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അവർ പറയുന്നു. അതിലൂന്നി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാനും, ഇത് മാത്രമല്ല ഈ അറിവ് മനസ്സിലാക്കിയിട്ട് ഇതുവരെ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തത് തിരുത്താൻ ഒരാൾ തയ്യാറാണെങ്കിൽ അതൊരു പുണ്യമാണ്. ചിലപ്പോൾ എൻ്റെ വാക്കുകളിലൂടെ ഒരാൾക്ക് മനസ്സിലാവുകയാണ്, അയ്യോ ഇത് ചെയ്തൊക്കെ നിർത്തണം. ഇപ്പോൾ നേരത്തെ ആതിര പറഞ്ഞ പോലെ നമ്മൾ കുറേ നാൾ തെറ്റുകൾ ചെയ്തു, പെട്ടെന്ന് നന്നാവണം എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. പൂച്ചയ്ക്കോ പട്ടിക്കോ സാധിക്കുമോ? സിംഹത്തിനോ കാട്ടിലെ മൃഗങ്ങൾക്കോ സാധിക്കുമോ? അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ബോധതലം, പ്രപഞ്ചം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലൊരു ബോധമണ്ഡലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യജന്മത്തിലേ ഇത് തീർക്കാൻ പറ്റുള്ളൂ. പൂച്ചയോ പട്ടിയോ നമ്മളിപ്പോൾ ഈ ജന്മത്തിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീർക്കാൻ ഒക്കുമോ? മനുഷ്യജന്മത്തിൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതൊരു പുണ്യ ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ആത്മാവിനെ സ്വയം ഒടുക്കില്ല, സൂയിസൈഡ് ചെയ്യില്ല, ആത്മഹത്യ ചെയ്യില്ല ഒരിക്കലും. നിയമത്തിലും ആത്മീയത വേണ്ട. ആത്മാവിനെ കുറിച്ചുള്ള ബോധമുള്ള ഒരാളാണെങ്കിൽ ഈ ആത്മാവിനെ സ്വയം ഒടുക്കില്ല. കാരണം പിന്നെ ഈ സോളിന് രക്ഷയില്ല, അലഞ്ഞു നടക്കും, ഒരു രക്ഷയില്ല. വന്നിടത്തേക്ക് തിരിച്ചു പോകാതെ നമ്മൾ യൂ ടേൺ എടുത്ത് നമ്മുടെ ഡിസിഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ഇടിച്ച് നിൽക്കും എവിടെയെങ്കിലും.
അതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരു ഉപാസന മൂർത്തിയെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഈ ഉപാസന മൂർത്തിയിൽ തന്നെ അവർ ലയിക്കേണ്ടി വരും. കാരണം ബോഡിയിൽ നിന്ന് ഈ നമ്മളുടെ ബോധസത്തയിൽ നിന്ന് നമ്മളുടെ ബോധസത്തയോട് കൂടി, ആ ബോധ വിത്തോട് കൂടി ഒരു സോള്, അതായത് ആത്മാവ് നമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിന് യൂണിവേഴ്സിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, സോഴ്സ് എനർജിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അയാൾ ചെയ്തതെല്ലാം എന്താണ്? നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു എൻറ്റിറ്റിക്ക് വേണ്ടി അർപ്പിച്ച ലൈഫാണ് ഉപാസന എന്ന് പറഞ്ഞത്. ആ മൂർത്തിയിൽ തന്നെ ലയിക്കുക, അല്ലെങ്കിൽ അതിലൊരാളായി മാറുക. അപ്പം അതായത് കുട്ടിച്ചാത്തനെ സേവിച്ചാൽ കുട്ടിച്ചാത്തനായി മാറും, അത്രയേ ഉള്ളൂ. അത് പലരും മനസ്സിലാക്കുന്നില്ല. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, പാവപ്പെട്ട ആളുകൾക്ക് അബദ്ധം പറ്റാറുണ്ട്, ഇത് എടുത്തു വെക്കാറുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ജീവിതത്തിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവും. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് എന്താ വേണ്ടത്? കാത്തിരിക്കാനൊന്നും പറ്റില്ല. ഷോർട്ട് കട്ട് മെത്തേഡ്, ഫാസ്റ്റ് ഫുഡിൻ്റെ കാലഘട്ടമാണ്, എല്ലാം ഫാസ്റ്റ് ട്രാക്കാണ്. ഒരു കോഴ്സ് പോലും ഫാസ്റ്റ് ട്രാക്കായിട്ട് ചെയ്യുന്ന ഓപ്ഷനാണ് മനുഷ്യന് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഫാസ്റ്റായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചെന്ന് പെടുന്നത്. പക്ഷേ ആ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ.